വൈഫുമായിട്ട് വരുന്നവരാണ്, പാരൻസും ഒക്കെ ആയിട്ട് വരുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാ മലയാളികളെ പോലെയും ഞാനും നാട് വിട്ടു ഗായ്സ്. പേഴ്സണലായിട്ട് പല കാരണങ്ങളുണ്ടെങ്കിലും ഞാൻ നാട് വിട്ടു. ഞാനിപ്പോൾ കാനഡയിലാണ്. ഞാനിവിടെ എത്തിയിട്ടൊരു 2 വീക്സ് കഴിഞ്ഞു. ബട്ട് ഞാൻ വരുന്ന സമയത്ത് വിചാരിച്ചു ഓക്കെ എന്തായാലും എൻ്റെ ഒരു പ്രോപ്പർ ട്രാവൽ വീഡിയോ ആയിട്ട് ഇടുന്നു. കാരണം എനിക്ക് 2 ലേ ഓവറൊക്കെ ഉണ്ടായിരുന്നു. സോ നന്നായിട്ട് വ്ളോഗൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ബട്ട് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ടും, കാരണം ഞാൻ ഡൊമസ്റ്റിക്കിൽ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻ്റർനാഷണലി ഫസ്റ്റ് ആയിരുന്നു. സോ ചില ട്രാൻസിറ്റ് കാര്യങ്ങൾ എനിക്ക് വലിയ പിടുത്തമില്ലാത്തത് കൊണ്ടും, പിന്നെ എന്താ പറയുക, എയർപോർട്ടിൽ നിന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് കയറിയത്. സോ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് കയറുന്ന സമയത്ത് ഫാമിലീസൊക്കെ ആയിട്ട് കുറച്ച് ഇമോഷണൽ ആയതുകൊണ്ടും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്ത കുറേ വീഡിയോസ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആദ്യം അതൊന്ന് കണ്ടിട്ടോ. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ട്രിവാൻഡ്രം എയർപോർട്ട് എത്തി. നമ്മൾ കാനഡയ്ക്ക് പോവാ. അവിടെ നിന്ന് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞൊരിടത്ത് നിർത്തി. എന്നിട്ട് എന്താ പറയുക, 2 ബർഗറും 2 ഡ്രിങ്ക്സും കുടിച്ചു. ഓക്കെ ആയിരുന്നു ഫുഡ്. അത് കഴിഞ്ഞ് കുവൈറ്റ് എയർവേസ് ആയിരുന്നു നമുക്ക്. കുവൈറ്റ് എയർവേസ് അത്യാവശ്യം നല്ല 1 ഇയർ ടെക്നിക്കൽ ഡിലേ കാരണം 1 അവർ ഡിലേ കഴിഞ്ഞിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് കുവൈറ്റിൽ നമുക്ക് കഴിക്കാൻ കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റാണ് ചിക്കൻ റൈസ്, ബൺ, യൂഷ്വൽ തിങ്സ്. സോ അത് കഴിഞ്ഞ് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ എന്താ പറയുക, സിനിമയും പരിപാടിയൊന്നും കാണാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ കളിച്ച് വിളിച്ചിരിക്കുകയായിരുന്നു ഫിലിം സിസ്റ്റത്തിലും കാര്യത്തിലൊക്കെ. അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഓൾമോസ്റ്റ് കുവൈറ്റിലെത്തി. നമ്മുടെ ഫ്ലൈൻ ഷാഡോ അങ്ങനെ ഇരിക്കുക. ഞാൻ നല്ല ഡെഡായിട്ട് ഉറങ്ങിയിരിക്കുക. കാരണം ഉറക്കവും ശരിയായില്ല. അവിടെ സ്നാക്സിന് ബാലൻസ് ഉണ്ട്, ടീയും സ്നാക്സും ഒക്കെ തന്നു. അതെല്ലാം കഴിച്ച് നമ്മളങ്ങനെ ഉറക്കപ്പിച്ചിലിരിക്കുക. കൊള്ളായിരുന്നു കേട്ടോ. കേക്ക് ഓക്കെ ആയിരുന്നു. വലിയ സീനിൽ എനിക്ക് ആദ്യം മറ്റേ ചിക്കൻ ബിരിയാണി കൈൻഡ് ഓഫ് തിങ് എനിക്ക് സെറ്റായില്ല. ഇത് നമ്മൾ ലണ്ടനിൽ ഇറങ്ങിയ സമയത്ത് ലണ്ടനിൽ നിന്ന് ടെർമിനൽ മാറി കഴിഞ്ഞതാണ്. ടെർമിനൽ മാറിയത് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഫ്രണ്ട്സാണ്. സോ അവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. എനിക്ക് കാലിന് ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ സ്റ്റിക്കും ഞാനൊരു ബാക്കപ്പിന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രാവൽ ചെയ്ത് കുറച്ചുണ്ടായിരുന്നു. ടെർമിനൽ മാറി. പക്ഷേ ലണ്ടനിലെ എയർപോർട്ട് സ്റ്റാഫൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ലണ്ടൻ എയർപോർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നല്ലൊരു റോളും കോൾഡ് കോഫിയൊക്കെ കുടിച്ച് നമ്മളത് അടുത്ത എയർ കാനഡയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സമയം 5:30 6 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ കാനഡയിലെത്തി ഐസ്. അങ്ങനെ ഇമിഗ്രേഷൻ്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പറയാൻ നടക്കും. ഇവിടെ നമുക്ക് ഭയങ്കര ഒരു ടെസ്റ്റ് അടിച്ചായിരുന്നു കേട്ടോ. അതായത് നമ്മൾ അറൈവൽസ് എത്തിയപ്പോഴത്തേക്കും ഈ ഒരു ഏരിയയിലായിട്ട് സ്റ്റുഡൻസ് എന്നും പറഞ്ഞ് ന്യൂ അറൈവൽ സ്റ്റുഡൻസ് എന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് ചെന്ന് വിചാരിക്കും. അവിടെ ഉള്ളവരോട് നമ്മൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ സ്പൗസാണ്, കൂടെ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടും ഇല്ല ഇങ്ങോട്ടെന്ന് പറയുന്നത്. ഒരു 500 പേരെടുപ്പിച്ചുണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് വന്നവർ വരെ സ്റ്റിൽ ഇവിടെ ഇരിക്കുകയായിരുന്നു. ചെറിയ സ്നാക്സൊക്കെ കിട്ടി. അതെല്ലാം വെച്ച് കഴിച്ച് ഇവിടെ നിന്ന് ഒരു കുറച്ച് പേരെ വിളിച്ച കൂട്ടത്തിൽ നമ്മളിവിടെ പെട്ടെന്ന് അതിൻ്റെ അകത്തൂടെ കയറിപ്പോയി. കണ്ടോ, ഇടുക്കിനിരിക്കണുണ്ടോ, മൊത്തം പഞ്ചാബികളാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കാനഡ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അമ്മു ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട്. നമ്മുടെ ലഗേജസ് ഇതാണ്. നമ്മുടെ കൂടെ വന്ന ആൾക്കാർ. എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാ ഞാൻ. ഫൈനലി കാനഡ എത്തിയല്ലോ. അതാ. ഗൈസ്, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് 2 ലേ ഓവർ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് തിങ് ട്രിവാൻഡ്രം ടു കുവൈറ്റ് ടു ലണ്ടൻ ടു ടൊറൻഡോ ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ് ചാർജ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. കാരണം ഞാൻ ലാസ്റ്റ് ടൈമിലാണ് ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് തീരുമാനിച്ച ടിക്കറ്റും കാര്യങ്ങളും എടുത്തത്. വിസ നേരത്തെ വന്നിരുന്നെങ്കിലും പോണോ വേണ്ടിയോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് മീൻസ് ആ ഒരു നമ്മൾ ട്രാവൽ ഡേറ്റിന് മുമ്പ് ഒരു എന്താ പറയുക, ഒരു മാസത്തിന് മുമ്പാണ് ഞാൻ ഓക്കെ ശരി ഡിസൈഡ് ചെയ്തു ഞാൻ എന്തെങ്കിലും പോവാം എന്ന് വിചാരിച്ചത്. കുറച്ച് പേഴ്സണൽ റീസൺസും കാര്യങ്ങളും ഉണ്ട്. സോ അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, എനിക്ക് 2023 ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് കാല് കുറച്ച് സീനായിട്ടിരിക്കുക. കാരണം എല്ല് ടോട്ടലി ഒടിഞ്ഞ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. സോ ആ ഒരു ഇതും വെച്ച് ഇവിടുത്തെ ക്ലൈമറ്റും മെഡിക്കൽ ഫെസിലിറ്റീസും വെച്ച് വരണോ വേണ്ടിയോ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ബട്ട് എങ്കിലും ഓക്കെ, ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ കുറച്ച് പേഴ്സണൽ റീസൺസും കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ ഓക്കെ ശരി വൈ നോട്ട് എന്നും പറഞ്ഞാൽ എന്തായാലും നടുവിടാൻ വിചാരിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നു. ഗൈസ്, ഞാനും വൈഫും കൂടെയാണ് ഇവിടെ കാനഡയിലേക്ക് വന്നിരിക്കുന്നത്.
വൈഫ് സ്റ്റഡി പെർമിറ്റിലും ഞാൻ ഓപ്പൺ വർക്ക് പെർമിറ്റിലുമാണ് വന്നിരിക്കുന്നത്. സോ എന്താ പറയുക, നിങ്ങൾ ആ വീഡിയോയിൽ അവസാനം കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞ സ്റ്റുഡൻസിന് ഇവിടെ ഈ ഒരു ഏരിയയിലേക്കാണ് എന്നും പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരെ കാണിച്ചെന്ന്. അവിടെ എനിക്ക് വെറുതെ 4 മണിക്കൂർ സമയം പോയി ഗൈസ്. കാരണം നിങ്ങൾ ആരെങ്കിലും കാനഡയിലേക്ക് സ്പൗസുമായിട്ട് വരുന്നവരാണ്, ഇല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റിലോ ഇല്ലെങ്കിൽ വേറെ മീൻസ് വർക്ക് വിസയിലോ എന്തെങ്കിലും വരുന്നവർ ഇതേപോലെ ഫാമിലി ആയിട്ട് വരികയാണ്, ഒരു കൊച്ചൊക്കെ ഉണ്ട് എന്താ പറയുക, ഇല്ലെങ്കിൽ വൈഫുമായിട്ട് വരുന്നവരാണ്, പാരൻസും ഒക്കെ ആയിട്ട് വരുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം നിങ്ങൾ ഫസ്റ്റ് കാനഡയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ട ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ കാണും. കാരണം എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം രാവിലെ 9 മണി തൊട്ട് നമ്മളെത്തിയത് 8:45 8:45 വരെ ആൾക്കാരിവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുറച്ച് പേരെ മാത്രമേ ഫ്ലോ ചെയ്ത് അവർ കൊണ്ടുപോയി ചെയ്യത്തുണ്ടായിരുന്നു. സോ നിങ്ങൾക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റരുത്. കാരണം അവിടെ ഉള്ളവർ എത്രയും പെട്ടെന്ന് ആൾക്കാരെ കയറ്റി വിട്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്ത് അവർക്ക് വീട്ടിൽ പോകാനുള്ള ഇതേ നോക്കത്തുള്ളൂ. പക്ഷേ ആക്ച്വലി സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് അവിടെ. സ്പൗസോ ഫാമിലി ആയിട്ടോ ഇല്ലെങ്കിൽ ബേബി ആയിട്ടോ ട്രാവൽ ചെയ്യുന്ന ആരും അവിടെ നിൽക്കേണ്ട ഒരാവശ്യമില്ല. അവർക്ക് ഡയറക്റ്റായിട്ട് ഇമിഗ്രേഷൻ പാസ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ, എൻ്റെ കൂടെ വേറൊരു കപ്പിളും ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പം അവർക്കും ഇതേ സെയിം അബദ്ധം പറ്റി. നമ്മുടെ കൂടെ ആയിരുന്നു അവരുണ്ടായിരുന്നു. അവസാനം ഞാനിത് മനസ്സിലാക്കിയതിന് ശേഷം, അതായത് ഇമിഗ്രേഷൻ്റെ അവിടെ ഞാൻ 4 മണിക്കൂർ 8:45 എത്തിയിട്ട് വെളുപ്പിന് 1 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഒരു 100 പേരെ വിളിച്ച കൂട്ടത്തിൽ പെട്ടെന്ന് ഇറങ്ങി പോയത്. പിന്നെ എനിക്ക് എൻ്റെ കാല് വയ്യാത്തതിൻ്റെ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് കുറച്ചൊരു ഫേവറബായിട്ട് ഞാൻ കയറിപ്പോയതാണ്. അപ്പം അങ്ങനെ കയറിപ്പോയപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങളിവിടെ വരേണ്ടവരേ അല്ല, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോകാം, ഇത് സ്റ്റുഡൻസിൻ്റെ ലൈനാണ്, നിങ്ങൾക്ക് വെറുതെ സമയം കളയാമെന്നല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ലാതെ. അയ്യോ അയ്യോ എൻ്റെ 4 മണിക്കൂർ വെറുതെ പോയി. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയൻ വിപിൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ നമ്മളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8:45 എന്ന് പറഞ്ഞാൽ പുള്ളി 9 മണിയായപ്പോൾ വിളിച്ചാൽ ബ്രോ ലാൻഡ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നൊന്ന് ക്രാഷ് ഔട്ട് ആവാമെന്നുള്ള, കാരണം അത്ര എക്സോസ്റ്റഡ് ആയിരുന്നു. കാരണം ഓൾമോസ്റ്റ് 32 hours ഫ്ലൈറ്റ് ആയിരുന്നു, ലേ ഓവർ എല്ലാം കൂടെ കൂട്ടി. സോ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ട്വിസ്റ്റ് അടിച്ചത്. നമ്മൾ ടോട്ടലി ഞാൻ അവിടെ ഇരുന്ന് കിടന്നു, വീഡിയോ കണ്ടാൽ അറിയാം നിങ്ങൾ, ഞാൻ മറ്റേ അവിടെ നിന്ന് തന്നൊരു സ്നാക്സ് വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. നമ്മൾ ഈ സ്പൈസസ് ഒക്കെ വെച്ച് കഴിച്ചിട്ടുള്ളവർക്ക് ഞാനിങ്ങനെ ചെറിയ സ്നാക്സ് പോലെ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ നല്ല സ്പൈസൊക്കെ ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു. പോരാ ഗൈസ്, അതിപ്പോഴും എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, പൊട്ടിച്ച കവറും പൊട്ടിക്കാത്ത കവറും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ആ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻസ് എന്നും പറഞ്ഞൊരു ഹൈഫണായിട്ടൊരു ആരോ കാണിച്ചേക്കും. ഞാൻ നിങ്ങളെ വീഡിയോയിൽ കണ്ടല്ലോ ആ ഒരു ഏരിയയിലേക്ക്, അങ്ങോട്ട് നിങ്ങൾ പോവേ വേണ്ട, ഡയറക്റ്റായിട്ട് ഇമിഗ്രേഷനിലേക്ക് പോയാൽ മതി. അതായത് സ്ട്രെയിറ്റ് ഒരു 100 മീറ്ററൂടെ നടക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ ഒരു വഴിയുണ്ട്. ആ വഴിക്കകത്ത് കയറി കഴിഞ്ഞാൽ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് നിങ്ങൾക്കൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പും കൊണ്ട് നേരെ വിസ ഓഫീസറുടെ അടുത്ത് പോയി മീൻസ് വർക്ക് പെർമിറ്റും ഇല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വാങ്ങിച്ച് ഡയറക്റ്റായിട്ട് എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് അടിക്കാമെന്നുള്ളേ ഉള്ളൂ, ബാഗേജ് കളക്ട് ചെയ്തിട്ട്. അങ്ങനെ അതും കഴിഞ്ഞ് അമ്മൂൻ്റെ സ്റ്റഡി പെർമിറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വിപിൻ പറഞ്ഞു വിപിൻ ഇറങ്ങാം എന്ന് പറയും. വിപിൻ ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് എത്താറായപ്പോഴത്തേക്കും അവർ ഓരോ ആൾക്കാരുടെ പേര് വിളിച്ചു. ഒരു 12 പേരെന്തോ ഉണ്ടായിരുന്നു. ഒരു 4-മോ 5-മോ അമ്മൂനെ വിളിച്ചു. അപ്പോൾ അമ്മു ചെന്ന് സാധനം വാങ്ങിച്ചു. ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ വർക്ക് പെർമിറ്റ് കിട്ടിയാലോ സ്റ്റഡി പെർമിറ്റ് കിട്ടിയാലോ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ നോക്കണം. സോ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ലാഗ് കൊണ്ട് നമുക്ക് സിൻ നമ്പർ കിട്ടിയില്ല. കാരണം അവർ ഈവനിങ് ആകുമ്പോഴത്തേക്ക് അടച്ചിട്ട് പോകും. നമ്മൾ ഏർലി മോർണിംഗ് ആണ് എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആയതുകൊണ്ട് നമുക്ക് സിൻ നമ്പർ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ റോജേഴ്സിൻ്റെ സിം നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഡോ റോജേഴ്സ് ഉണ്ടായിട്ടും ഞാൻ റോജേഴ്സിൻ്റെ സിം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നേരത്തെ കയ്യിലുള്ളത് കൊണ്ടും ഞാൻ പിന്നെ ഇൻ്റർനാഷണൽ റോമിങ് ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളതുകൊണ്ടും എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. കാരണം എവിടെ പോയാലും എനിക്ക് നെറ്റും വീട്ടുകാരെ വിളിക്കാനും കാര്യങ്ങളെല്ലാം കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ 2 മണി 3 മണി സമയത്ത് കാനഡയിലെത്തി. വിപിൻ നമ്മളെ കൊണ്ട് പിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റേ ഉള്ള സ്ഥലത്തെത്തി. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇവിടെ വന്ന് നമ്മളൊരു 2-3 വീക്സായി. നമ്മളിപ്പോൾ കറൻ്റ്ലി ഓക്കെയാണ് എല്ലാം വെച്ചിട്ടും. ഇനി അടുത്ത ജോബും കാര്യങ്ങളും നോക്കണം. പാർട്ട് ടൈം ജോബ് ആണെങ്കിലോ ഫുൾ ടൈം, കാരണം കുറച്ച് ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് നോക്കണം. ജോബ് ഹണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഗ്രോസറി ഷോപ്പിംഗ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ എന്താ പറയുക, നിങ്ങൾ ആരെങ്കിലും കാനഡയിൽ വരുന്നവരാണ്, നിങ്ങൾക്ക് സ്റ്റേ പല കാര്യങ്ങൾ അങ്ങനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് മീൻസ് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ഇടുക, ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടുക. കാരണം അത്യാവശ്യം കുറച്ച് ഗ്രൂപ്പ്സും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. കാരണം ലാസ്റ്റ് ടൈം വരുന്നതുകൊണ്ടുള്ള എല്ലാ ഗ്രൂപ്പിലും ഞാൻ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. സോ എന്തെങ്കിലും സ്റ്റേ വേണമെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്, ഇതൊരു സ്കേറ്റ് ബോർഡ് പാർക്കാണ് കണ്ടോ. ഞാൻ ഡെയിലി രാവിലെ നടക്കാൻ വരുന്ന സ്ഥലമാണ്.
ഗൈസ് ഇതൊരു സ്കേറ്റ് ബോർഡ് പാർക്കാണ്. ഞാൻ നേരത്തെ അവിടെ ഇരുന്ന വീഡിയോ എടുത്തൊരു ബാസ്കറ്റ് ബോൾ അല്ലല്ലോ, എന്തോ ഒരു കോർട്ടുണ്ട് ഗൈസ്, പേര് ഞാൻ പറഞ്ഞു. ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും ഇതൊരു വലിയൊരു ബേസ്ബോൾ കോർട്ട്. ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവരേക്കും